നമസ്കാരം, ഞാൻ ശ്രീധർ. പ്രധാന വാർത്തകൾ. മോദി സർക്കാരിന്റെ കാലത്ത് വികസനത്തിന്റെ പുതുയുഗം ഭാരതത്തിന് ലഭിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എയിംസ് കേരളത്തിൽ സ്ഥലം നൽകുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തിന് മെല്ലെ പോകുമെന്നും സുരേഷ് ഗോപി. ഭർതൃഹൃദയത്തിലെ പീഡനം കൊണ്ടാണ് മകൾ മരിച്ചതെന്ന് കൊടുവരാറ്റയിൽ കൊല്ലപ്പെട്ട സോനയുടെ മാതാപിതാക്കൾ. സ്ത്രീധനം കൂടുതൽ നൽകാൻ എന്നും ഭർത്താവിന്റെ മർദ്ദനം. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ലെന്നും ആക്ഷേപം. പാമ്പാടി കാളച്ചന്തയിൽ കാറുകൾ കൂട്ടിയിടിച്ചു, 2 ഡ്രൈവർമാർക്ക് പരിക്ക്. പാലായിൽ കുളത്തിൽ വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവം ദുരൂഹതയെന്ന് നാട്ടുകാർ. പ്രദേശത്ത് ലഹരി സംഘങ്ങൾ സജീവമെന്നും നാട്ടുകാർ. വാർത്തകൾ വിശദമായി. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ വികസനത്തിന്റെ പുതുയുഗമാണ് ഭാരതത്തിന് ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മോദി സർക്കാരിന്റെ 12ാം വാർഷികത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നടന്ന വികസന സങ്കല്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് ഗോപി. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ രാജ്യത്തിന്റെ വളരെ വേഗത്തിലുള്ളതും സ്ഥിരത ഉള്ളതുമായ വികസന യുഗത്തിനാണ് ആരംഭമായതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മോദി സർക്കാരിന്റെ 12ാം വാർഷികത്തിന്റെ ഭാഗമായി കോട്ടയം വെസ്റ്റ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നടന്ന വികസന സങ്കല്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ വികസനം പരിചയം ആകുന്നത് ദേശീയപാതാ വികസനവും വന്ദേ ഭാരത് പോലുള്ള ആധുനിക റെയിൽവേ വികസനവുമൊക്കെയാണ്. എന്നാൽ ഇത്രയും വാർത്താ പ്രാധാന്യം ലഭിക്കാതെ ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ കേരളം ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും അവസാന പൌരനും ലഭ്യമാകുന്നു എന്നത് അഭിമാനപൂർവമായ നേട്ടമാണ്. ടൂറിസം മേഖലകളിൽ സ്ഥിരപരിചിതമല്ലാത്ത സ്വദേശ ദർശൻ പോലുള്ളവ പദ്ധതികളും ധനമന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന പുതിയ ടൂറിസം പദ്ധതികൾ, ആരോഗ്യ മേഖലയിലെ ആയുഷ്മാൻ ഭാരത് പദ്ധതി തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ നിലവിലുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇതിൽ പലതും നടപ്പാകുന്നില്ലെന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പിന്തുണയോടെ പുതിയ ടൂറിസം പദ്ധതികൾ, അങ്ങനെ ഓരോ മിനിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ രംഗത്താണെങ്കിൽ ആയുഷ്മാൻ ഭാരത്, ഇതൊന്നും ഇഫക്റ്റീവായിട്ട് കേരള ജനതയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ വിമർശനത്തിന് എടുക്കുന്ന മെറ്റീരിയൽ ഇതൊക്കെയാണ്. എയിംസ് കേരളത്തിൽ ആരംഭിക്കാൻ സ്ഥലം നൽകും എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും കൃത്യമായ നടപടിക്രമം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് വിശദീകരിച്ചു. BJP കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ അധ്യക്ഷനായി. മധ്യമേഖല ഉപാധ്യക്ഷൻ TN ഹരികുമാർ, പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയും കോട്ടയം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ മിനർവ മോഹൻ, S രതീഷ്, ലാൽകൃഷ്ണ, അഖിൽ രവീന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം നാരായണൻ നമ്പൂതിരി, ജില്ലാ ഉപാധ്യക്ഷൻ അരുൺ മൂലേടം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭർതൃഹൃദയത്തിലെ പീഡനം കൊണ്ടാണ് മകൾ മരിച്ചതെന്നും തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നും കൊടുവരാറ്റയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സോനയുടെ മാതാപിതാക്കൾ. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും മാതാപിതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുമ്പനാട് സ്വദേശിനിയും കുറ്റപ്പുഴയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ജീവനക്കാരിയുമായ സോന ജോസഫിനെ കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് കൊടുവരാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വേളൂർ സ്വദേശിയുമായി 2024 സോനയുടെ വിവാഹം നടത്തിയത്. 15 പവനും 5 ലക്ഷം രൂപയും വിവാഹ സമയത്ത് നൽകിയിരുന്നെന്നും കൂടുതൽ തുക ആവശ്യപ്പെട്ട് ഭർതൃ വീട്ടുകാർ മകളെ പീഡിപ്പിച്ചിരുന്നതായും പിതാവ് ജോസഫ് ആരോപിച്ചു. മരണപ്പെടുന്നതിന് തലേന്നാൾ മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയെങ്കിലും കുഞ്ഞിനെ ഭർതൃ വീട്ടുകാർ വിട്ടുകൊടുക്കാത്തതിനാൽ മകൾ ഒപ്പം വന്നില്ലെന്നും പിതാവ് പറഞ്ഞു. ഞാൻ പറഞ്ഞ മോളെ തിരുവല്ലായി വരുമ്പോൾ നീ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. കറക്റ്റ് 5:30 ആയപ്പോൾ തിരുവല്ലായി വന്നു. പൊടിക്കുഞ്ഞിന് തിരുവല്ലായി വന്ന് ഞാനും ചെന്നു. എൻ്റെ മോള് കാറിന് വെളി ഒരു ബാഗുമായിട്ട് ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ കുഞ്ഞിനെ എടുത്തോ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. കുഞ്ഞിനെ പിന്നെ അച്ചാച്ചൻ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ 1.5 വയസ്സുള്ള ഒരു പൊടിക്കുഞ്ഞിനെ തരാതെ മോളെ തന്നെ എങ്ങനെ കൊണ്ടുപോകും? പപ്പ കുഞ്ഞിനെ തന്നില്ല എങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോളെ, 2 ദിവസം കഴിഞ്ഞ് മോളെ കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവർ പോയി. അവരുടെ വീട് ഇവിടെ വേളൂരാണ്, കോട്ടയത്താണ്. അവർ പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സൺഡേയിലാണ് എൻ്റെ മോള് വെള്ളത്തിൽ ചാടി മരിക്കുന്നത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കുഞ്ഞുമായി എത്തിയാൽ മതിയെന്ന് പിതാവ് മകൾ സോനയോട് പറഞ്ഞു. പിന്നീട് അറിയുന്നത് മകളെ കാണാനില്ലെന്ന വാർത്തയാണ്. ഏറെ വൈകിയാണ് ഈ വാർത്ത പോലും തന്നെ അറിയിച്ചത്. കുമ്പനാട്ടിൽ നിന്നും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മകൾ മരണപ്പെട്ടെന്നും മൃതദേഹം ആറ്റിൽ കണ്ടെത്തിയെന്നുമുള്ള വിവരം അറിഞ്ഞതെന്ന് പിതാവ് പറഞ്ഞു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കഴിഞ്ഞ മാസം 21-ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ഇതിന്മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചന്തക്കവലയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റു. പാമ്പാടി കാളച്ചന്തയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ഇന്നലെ രാവിലെ കാളച്ചന്തയിലെ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. കോട്ടയം ഭാഗത്തേക്ക് പോയ കാറിലേക്ക് എതിർദിശയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. വാഹനങ്ങളിൽ ഡ്രൈവർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കുണ്ട്. ഇവരെ പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ കോട്ടയം ഭാഗത്തേക്ക് പോയ കാറിൽ നിന്നും പുക ഉയർന്നിരുന്നു. തുടർന്ന് അഗ്നിശമന ഉപകരണം ഉപയോഗിച്ചാണ് പുക നിയന്ത്രിച്ചത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം പാമ്പാടിയിൽ ഗതാഗത തടസ്സമുണ്ടായി. പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണു മരിച്ച ഗോഡ്വിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് നാട്ടുകാർ. വെള്ളത്തിൽ നിന്നും കരയ്ക്കെടുത്ത് വയറിൽ അമർത്തിയെങ്കിലും കാര്യമായ രീതിയിൽ വെള്ളം വന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കുളത്തിന് സമീപം ലഹരി സംഘങ്ങൾ സജീവമാണെന്നും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നു. പാലാ പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ട അന്തീനാട് ഉപ്പുമാക്കൽ ഗോഡ്വിൻ സുനിലിന്റെ സംസ്കാരം നടത്തി. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ഗോഡ്വിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൂണ്ടച്ചേരി സാന്റ് ജോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഗോഡ്വിൻ. കുട്ടിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങളാണ് പരിസരവാസികൾ ഉന്നയിക്കുന്നത്. റോഡിൽ നിന്നും നോക്കിയാൽ കുളത്തിനകത്തേക്ക് കാണാനാവില്ല. റോഡ് നിരപ്പിൽ നിന്നും പടവിറങ്ങിയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാനാവുക. നഗ്നമായ നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. കുട്ടിക്ക് നീന്തലും അറിയില്ല. വസ്ത്രങ്ങൾ പൂർണ്ണമായും അഴിച്ച് വെള്ളത്തിലിറങ്ങാനുള്ള സാധ്യതയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ചെരുപ്പ് പടവിൽ അടുക്കി വെച്ച നിലയിലായിരുന്നു. വെള്ളത്തിൽ നിന്നും പുറത്തെടുത്ത് വയറ്റിൽ അമർത്തിയെങ്കിലും കാര്യമായ രീതിയിൽ വെള്ളം പുറത്തു വന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കുളത്തിന് സമീപം ലഹരി ഉപയോഗിക്കുന്ന സംഘം സജീവമാണെന്നും നാട്ടുകാർ പറയുന്നു. റോഡിലൂടെ പോകുമ്പോൾ നോക്കിയാൽ കാണാത്ത വിധം സൈഡിലേക്ക് മാറിയിരിക്കുവാൻ ഇവിടെ സൗകര്യമുണ്ട്. ഇത്തരത്തിൽ മദ്യവും മറ്റു ലഹരികളും ഉപയോഗിക്കുന്നവർ ഇവിടെ എത്താറുണ്ട്. മദ്യക്കുപ്പികളും മുട്ടത്തോടുമെല്ലാം കുളക്കരയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഗോഡ്വിൻ ഇവിടെ എത്തുമ്പോൾ ഇത്തരം സംഘം ഇവിടെ ഉണ്ടായിരുന്നു എന്നതും വ്യക്തമല്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസ് ഇതിന് പിന്നിലെ സംശയം അകറ്റണമെന്ന് പ്രദേശവാസികൾ ശക്തമായി ആവശ്യപ്പെടുന്നു. വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മദ്യപാനികളുടെ ശല്യങ്ങൾ ഇവിടെ കൂടുതൽ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ. അത് മറ്റുള്ള അപകടങ്ങളാണോ എന്തുള്ളതെന്നുള്ള വിവരം പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മങ്കര പ്രവിത്താനം കൊല്ലപ്പള്ളി റോഡിൽ മറ്റ് കഞ്ചാവും അതുപോലെയുള്ള കച്ചവടക്കാരുടെ ഒരു കേന്ദ്രം ഈ കുളത്തിൻ്റെ ഏരിയ കേന്ദ്രീകരിച്ച് ഉണ്ടെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പോലീസുകാർക്കും അറിയാവുന്നതാണ്. അങ്ങനെയൊരു സംഭവം ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, പാലാ. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ചിറക്കടവ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗ തിരുവാതിര ശ്രദ്ധ നേടി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചിറക്കടവ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ യോഗാദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ചുമെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും നമ്മളൊരു പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഉണ്ടായിരുന്ന അറിവ് നമ്മളുടെ ഏതെങ്കിലും വ്യായാമം അല്ലെങ്കിൽ മറ്റത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് എനിക്കുണ്ടായിരുന്നത്. മറിച്ചെല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല. പക്ഷെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം, നല്ല തലമുറ, അങ്ങനെ വിശാലമായ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് യോഗയെ നമ്മൾ കാണുകയും പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. വൈസ് പ്രസിഡന്റ് മോളിക്കുട്ടി തോമസ് അധ്യക്ഷയായി. ചിറക്കടവ് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ ചാണ്ടി ഇ ഡാനിയൽ മുഖ്യപ്രഭാഷണം നടത്തി. ചിറക്കടവ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ അഞ്ജലി വി യോഗ സന്ദേശം നൽകി. ഭാരതം യോഗത്തിന് കൊടുത്ത മഹത്തായ ഒരു സംഭാവനയാണ് യോഗശാസ്ത്രം. യോഗ എന്നുള്ളത് നമ്മളെ മറ്റ് എറോബിക് എക്സസൈസിനേക്കാൾ എല്ലാം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, യോഗ എന്നതൊരു മാനസിക ആരോഗ്യം, മാനസിക തലം കൂടിയുണ്ട് യോഗയ്ക്ക്, അല്ലേ? ശാരീരിക തലവുമുണ്ട്, മാനസിക തലവുമുണ്ട്. യോഗ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് കഴിയുന്നത്. അതായത് ശാരീരിക ആരോഗ്യത്തിന്, അതായത് ഓരോ അവയവങ്ങളുടെ ഉത്തേജനത്തിനും, ഹൃദയാരോഗ്യത്തിനാണെങ്കിലും അതുപോലെ ശ്വാസകോശങ്ങളുടെ ആരോഗ്യത്തിന്, അതുപോലെ മസ്കുലർ ഹെൽത്തിന് എല്ലാം യോഗ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഉള്ള പ്രയോജനങ്ങൾ ഏവർക്കും ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ സേതു മാന്താടൻ, മോഹൻകുമാർ, ഉഷ ശ്രീകുമാർ, ഷാക്കി സജീവ്, ലേഖ സാബു, ലതാ ശ്രീകുമാർ, സൗമ്യ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗ തിരുവാതിര ഏറെ ശ്രദ്ധ നേടി.
ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ദ്വിദിന സെമിനാറിന് കോട്ടയത്ത് തുടക്കം. ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ആർ രാജേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ കേരള ടാക്സ് പ്രാക്ടീസ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന സെമിനാർ കോട്ടയം CSC റിട്രീറ്റ് സെന്ററിൽ തുടങ്ങി. ആദായ നികുതി വകുപ്പിലെ പുതിയ മാറ്റങ്ങൾ പ്രമേയമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇൻകം ടാക്സ് ആക്ട് 2025 പ്രാബല്യത്തിൽ വന്നതോടെ നിർണായകമായ മാറ്റങ്ങളാണ് വകുപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കാലഹരണപ്പെട്ട വ്യവസ്ഥകൾ ഒഴിവാക്കി നികുതി അടയ്ക്കുന്ന പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുന്നതിന് ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാക്സിമം പ്രയോജനപ്പെടുത്തുമെന്നും ഈ സെക്ഷനുകളെ കുറിച്ച് ഇപ്പോൾ പുതിയ TDS സെക്ഷനിൽ വന്ന മാറ്റങ്ങൾ, സെർച്ച് ആൻഡ് സർവേയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ എക്സംഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും വളരെ ആഴത്തിലുള്ള ചർച്ചകളും ഇവിടെ നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ രാമകൃഷ്ണൻ പോറ്റി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് NK ശിവൻകുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരീഷ്, സംസ്ഥാന ട്രഷറർ S രാജീവ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് PS ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ചാർട്ടേഡ് അക്കൗണ്ട് അജിത് ശിവദാസ് സെമിനാറിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം മുണ്ടക്കൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചത്തൻ സ്വാമിയുടെ പുനരുദ്ധരിച്ച ക്ഷേത്രത്തിന്റെ സമർപ്പണവും പ്രതിഷ്ഠാ കുടിയിരിപ്പ് മഹോത്സവം തുടങ്ങി. ജൂൺ 25-നാണ് പ്രധാന ചടങ്ങുകൾ. പൊൻകുന്നം മുണ്ടക്കൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചത്തൻ സ്വാമിയുടെ പുനരുദ്ധാരണ ക്ഷേത്ര സമർപ്പണവും പ്രതിഷ്ഠാ കുടിയിരിപ്പ് മഹോത്സവവും തുടങ്ങി. ഇന്ന് രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം നിത്യകലശം നടന്നു. മഹോത്സവത്തിന്റെ 2ാം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ നവശക്തി പൂജ, നിത്യകലശം എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരം പ്രാസാദ ശുദ്ധിയും വാസ്തുബലിയും നടക്കും. 3ാം ദിവസമായ ബുധനാഴ്ച രാവിലെയാണ് താഴികക്കുടം പ്രതിഷ്ഠ. ഉത്സവാഘോഷങ്ങളുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ചയാണ് കുടിയിരിപ്പ് മഹോത്സവം. അന്നേ ദിവസം രാവിലെ 7 മണിക്കും 9:45-നും മധ്യേയുള്ള മുഹൂർത്തത്തിൽ വിഷ്ണുമായ ചാത്തൻ തമ്പുരാന്റെ കുടിയിരുത്തും ജീവകലശാഭിഷേകവും പ്രാണപ്രതിഷ്ഠയും നടക്കും. ശേഷം തിരുവാഭരണ ഘോഷയാത്രയും ദർശനവും ഉണ്ടാവും. മുണ്ടക്കൽ രവീന്ദ്രൻ ശാന്തിയുടെയും മുണ്ടക്കൽ അർജുൻ ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലും ദേവസ്ഥാനം മഠാധിപതി കിഷോർ മോഹന്റെ സഹകാർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇല്ലിക്കക്കല്ലിൽ യുവാക്കളുടെ അഭ്യാസ പ്രകടനം. കല്ലിന് മുകളിൽ കയറിയാണ് യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത്. പുറകുവശത്തുകൂടി ട്രക്ക് ചെയ്താണ് യുവാക്കൾ കല്ലിന് മുകളിൽ കയറിയത്. ഇല്ലിക്കൽ കല്ലിന് പുറകുവശത്തുകൂടിയുള്ള അനുമതിയില്ലാത്ത ട്രക്കിങ്ങിന് നിരവധി പേരാണ് എത്തുന്നത്. പനമറ്റം ദേശീയ വായനശാലയിൽ യോഗ ദിനാചരണം നടത്തി. യോഗ പരിശീലക സരിത മഹേഷ് നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. തലപ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാണി സി കാപ്പൻ MLA-ക്കും പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ-ക്കും സ്വീകരണം നൽകി. നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. നാടിന്റെ MLA-ക്കും നാട്ടിലെ MLA-ക്കും സ്വീകരണം നൽകി. തലപ്പലം ഗ്രാമപഞ്ചായത്തും പ്ലാസ്റ്റൽ പൗരസമിതിയും സംയുക്തമായിട്ടാണ് പാലാ MLA മാണി സി കാപ്പനും പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ-ക്കും സ്വീകരണം നൽകിയത്. തലപ്പലം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമി ബെന്നി അധ്യക്ഷത വഹിച്ചു. ഇരേറ്റവട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് സിറിയ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീകല ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, തലപ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയ് ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങൾ, പ്ലാസ്ന സെന്റ് ആനീസ് പള്ളി വികാരി ഫാദർ മാത്യു പുലികാലായി, തലപ്പലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷിബി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. തലപ്പലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും SSLC, +2 ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മോദി സർക്കാരിന്റെ കാലത്ത് വികസനത്തിന്റെ പുതുയുഗം ഭാരതത്തിന് ലഭിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. എയിംസ് കേരളത്തിൽ സ്ഥലം നൽകുന്നത് സംബന്ധിച്ച് സംസ്ഥാനത്തിന് മെല്ലെ പോകുമെന്നും സുരേഷ് ഗോപി. ഭർതൃഹൃദയത്തിലെ പീഡനം കൊണ്ടാണ് മകൾ മരിച്ചതെന്ന് കൊടുവരാറ്റയിൽ കൊല്ലപ്പെട്ട സോനയുടെ മാതാപിതാക്കൾ. സ്ത്രീധനം കൂടുതൽ നൽകാൻ എന്നും ഭർത്താവിന്റെ മർദ്ദനം. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ലെന്നും ആക്ഷേപം. പാമ്പാടി കാളച്ചന്തയിൽ കാറുകൾ കൂട്ടിയിടിച്ചു. 2 ഡ്രൈവർമാർക്ക് പരിക്ക്. പാലായിൽ കുളത്തിൽ വീണ് വിദ്യാർത്ഥി മരിച്ച സംഭവം ദുരൂഹതയെന്ന് നാട്ടുകാർ. പ്രദേശത്ത് ലഹരി സംഘങ്ങൾ സജീവമെന്നും നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.